മാറ്റങ്ങളുടെ മുന്നിൽ കീഴടങ്ങി കേന്ദ്ര സർക്കാർ. അതെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവസാനം രാജിക്ക് വഴങ്ങിയിരിക്കുന്നു. രാജിവെച്ചിരിക്കുന്നു. അഭിജിത്തും ദീപികയും കൂട്ടിനും ചേർന്ന് 2026 മെയ് മാസത്തിൽ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജായി ചെറിയൊരു കൂട്ടായ്മയായി തുടങ്ങിയ കോക്രോച്ച് പാർട്ടി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചിരിക്കുന്നു. പാറ്റകൾ എന്ന് വിളിച്ച് കൂകി എന്താ പറയുക കളിയാക്കിയവർക്ക് മുന്നിൽ രാജ്യത്തിന്റെ യുവശക്തി നേടിയെടുത്ത മധുര പ്രതികാരത്തിൽ ഒന്നാണ് ഇന്ന് ഈ ധർമ്മേന്ദ്ര പ്രധാൻ അവസാനം രാജിവെച്ചിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയെ പോലും പുറത്താക്കാൻ ഈ ചെറിയൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ വളർന്നുവെങ്കിൽ അത് വെറും ഒരു സംഭവമല്ല. കാരണം ഇതൊരു ചരിത്രം തന്നെയാണ്. അതായത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവവികാസങ്ങൾ, രാജ്യത്ത് തുടർച്ചയായി നടക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചകളിലും വിദ്യാഭ്യാസ മേഖലയുടെ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച് കോക്രോച്ച് പാർട്ടി നേതൃത്വത്തിൽ നൽകിയ ശക്തമായ സമരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. സമരത്തിന് മുഖ്യ ആവശ്യങ്ങളൊന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഇതുവരെ മാക്സിമം കേന്ദ്ര സർക്കാർ അത് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു എങ്കിലും അതിനുവേണ്ടി പ്രധാനമന്ത്രിയും കൂട്ടരും മാക്സിമം ശ്രമിച്ചുവെങ്കിലും അവസാനം പാർട്ടികൾക്ക് മുന്നിൽ മുട്ടുമടക്കി അങ്ങനെ രാജിവെച്ചു. അങ്ങനെ കോക്രോച്ച് പാർട്ടിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അവസാനം അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ നിവൃത്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. രാജിക്ക് പിന്നാലെ രാജ്യത്തിന്റെ ഐക്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് ഈ രാജി എന്നാണ് അദ്ദേഹം പടിയിറങ്ങിയത്. ഇത് വെറും ഒരു വിജയമല്ല, ഇത് കോക്രോച്ച് പാർട്ടിയുടെ വമ്പൻ വിജയം തന്നെയാണ്. ഇന്ത്യയുടെ യുവശക്തി, ഇന്ത്യയിൽ അഭിജിത്ത് ദീപകെ തുടങ്ങിയ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ആ പേജാണ് ഇത് വമ്പൻ ഫോളോവേഴ്സും വമ്പൻ എന്താ പറയുക ജനങ്ങളുടെ വമ്പൻ സപ്പോർട്ടുമായി നേടി വമ്പൻ കണക്കിന്, അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ മറ്റു പാർട്ടികൾക്ക് കിട്ടാത്ത വമ്പൻ പിന്തുണയാണ് ഈ പാർട്ടികൾക്ക് കിട്ടിയത്. അതായത് 24 മില്യൺ അതിലും ഫോളോവേഴ്സാണ് നിമിഷ നേരം കൊണ്ട് ഈ പാർട്ടിയിലേക്ക് ആൾക്കാർ ഓടിയെത്തിയത്. ഓരോ സംസ്ഥാനം കേന്ദ്രീകരിച്ചും ഇവർ ഇത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് രൂപീകരിക്കും. ഒരുപാട് ഫോളോവേഴ്സിനെ അവർ സ്വന്തമാക്കി. അവർ വമ്പൻ ഒരു പാർട്ടിയായി തന്നെ മുഴങ്ങി. അത് രാജ്യം മുഴുവൻ പ്രതിഷേധത്തിന് അലയടിച്ചു. ഈ കഴിഞ്ഞ ദിവസം 20-ാം തീയതി നടന്ന പാർലമെന്റിനെതിരെ പ്രതിഷേധമാണ് ഇതിനൊക്കെ കാരണമായത്. അന്ന് ഡൽഹി പോലീസ് ഈ വിദ്യാർത്ഥികളെ മാക്സിമം എന്താ പറയുക ഒരു ദാക്ഷിണ്യം കൂടാതെ അടിച്ച് അവരെ മാക്സിമം ഒരു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൂടി കേൾക്കാൻ തയ്യാറാതെ കേന്ദ്ര സർക്കാർ അവരെ അടിച്ചോടിക്കുകയാണ് ഉണ്ടായത്. അത് വമ്പൻ പ്രതിഷേധത്തിനിടയായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും, സിനിമാ നടന്മാരും, എല്ലാ രാഷ്ട്രീയ കലാകാരികളും, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയവും അവരുടെ കൂടെ നിന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രധാനമന്ത്രി ഒരു വീഡിയോ തന്നെ ഇറക്കി. ഇത് ഇതിനെതിരെ, അതായത് വിദ്യാഭ്യാസ ചോർച്ചയ്ക്കെതിരെ ഞങ്ങൾ പുതിയ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കേന്ദ്രമന്ത്രിയുടെ രാജി മാക്സിമം തടയാൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി വരെ ശ്രമിച്ചുവെങ്കിലും അവസാനം മുട്ടുമടക്കാതെ രക്ഷയില്ല എന്നൊരവസ്ഥ വന്നു. എന്ത് അംഗീകരിച്ചില്ലെങ്കിലും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി, ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കും വരെ ഇവർ സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഇവർക്ക്, അതായത് കേന്ദ്ര ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു. മുട്ടുമടക്കാതെ രക്ഷയില്ല. കാരണം ഇവരെ പാകിസ്ഥാനികളും എന്താ പറയുക ബംഗ്ലാദേശിലുകാരുടെ സപ്പോർട്ട് കൂടി ഇന്ത്യയിൽ ഒരു വമ്പൻ ആക്രമണം നടത്താൻ വേണ്ടി ടെററിസ്റ്റുകൾ പോലെ നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞ് വമ്പൻ പ്രചാരണമാണ് ഈ CJP പാർട്ടിക്കെതിരെ നടത്തിയത്. എന്നിട്ടും അവർ തളർന്നില്ല, അവർ വീണില്ല, അവർ പോരാടി. ഇന്ത്യ തകർക്കാൻ വന്നിരിക്കുന്ന ആണെന്ന് പറഞ്ഞ് മുദ്രകുത്തി പല ന്യൂസ് ചാനലുകളും ഒരുപാട് എന്ത് പറയണു, അവരെ കുറിച്ചില്ലാത്ത വാർത്തകളില്ലാത്ത അങ്ങനത്തെ രീതിയിലെ പല ന്യൂസുകളും പടച്ചുകൊടുത്തി ഇന്ത്യ തകർക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ളിൽ പറഞ്ഞു. അവസാനം അവർ പോരാട്ടം വിജയിച്ചു. അവർ വിജയിക്കാതെ അവർ തിരിച്ചു പോരങ്ങില്ല എന്ന് പറഞ്ഞു. കേരളത്തിലടക്കം വമ്പൻ പോരാട്ടമാണ്, കേരളത്തിൽ വമ്പൻ പ്രതിഷേധമാണ് ഇവർക്ക്. മമ്മൂട്ടി അടക്കം പ്രശസ്തരായ കേരളത്തിലെ താരങ്ങളടക്കം തമിഴ്നാട്ടിലെ വിജയ് സേതുപതി തൊട്ട് അങ്ങനെ പ്രശസ്തരായ താരങ്ങൾ, അതേപോലെ തന്നെ ബോളിവുഡിലെ ഒട്ടനവധി താരങ്ങൾ ഇവർക്ക് സപ്പോർട്ടായി വന്നു. കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഈ CJP പാർട്ടിക്ക് സപ്പോർട്ടായി വന്നു. ഇവരുടെ ആക്രമിച്ചതിനെതിരെ ഇവരെ പ്രതിഷേധിച്ചവരെ പോലീസ് ആക്രമിച്ചതിനെതിരെ വമ്പൻ പ്രതിഷേധവുമായി വന്നു. ഇവരുടെ ആ വാക്കുകൾ ഇവരുടെ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കേന്ദ്രത്തിന് നിർബന്ധിച്ചു. ഇതിന്റെയൊക്കെ ഫലമായാണ് അവസാനം കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന മിനിയാന്ന് നടന്ന മീറ്റിംഗിൽ ഇവരുടെ രണ്ടാവശ്യങ്ങൾ, അതായത് കേന്ദ്രമന്ത്രി രാജിവെക്കുന്ന ബാക്കിത്തെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നാൽ CJP കുലുങ്ങിയില്ല. CJP ഇവിടെ പറഞ്ഞു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ഇവർ സമരം തുടങ്ങും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അങ്ങനെയാണ് അവരവരുടെ ചർച്ച അവസാനിപ്പിച്ച് അവർ മടങ്ങിയത്. അങ്ങനെ ലാസ്റ്റ് ഇന്ന് ഉച്ച വരെയാണ് സമയം പറഞ്ഞിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അവസാനം കേന്ദ്ര സർക്കാർ, അതായത് പ്രധാനമന്ത്രി മോദിക്ക് കീഴടങ്ങേണ്ടി വന്നു. കാരണം ഇന്ത്യയുടെ യുവത്വത്തിന്റെ പ്രതിഷേധത്തിന്റെ ഒടുവിൽ അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ അവസാനം രാജിവെക്കേണ്ടി വന്നു.
ഇന്ത്യ എന്ന രാജ്യം ആരുടെ തറവാട്ട് വകയല്ല, ആർക്കും തീറ എഴുതി തന്നിട്ടുമില്ല എന്ന് ഒരിക്കൽ കൂടിയാണ് നമ്മൾ ഈ CJP എന്ന പാർട്ടിയുടെ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഇതിനുള്ള രാഷ്ട്രീയ നേതാക്കൾ നന്നായി പ്രവർത്തിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല തകർക്കുന്നവരെ പൂർണ്ണമായും അവരെ ഒറ്റപ്പെടുത്തി ഇന്ത്യയുടെ വിദ്യാഭ്യാസം അത് പഠിച്ച് നേടുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുക. അല്ലാണ്ട് ഈ പറയും പോലെ ചോദ്യപേപ്പർ ചോർത്തിയും അല്ലാണ്ടും ആരെയും വിജയിപ്പിക്കാതെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നവർക്ക് ഫലം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറേണ്ടതുണ്ട്. നമ്മുടെ തൊഴിലില്ലായ്മ കുറയേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായി നടത്താൻ ഇനിയെങ്കിലും നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കട്ടെ. ഇനി ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ജനങ്ങളെ അല്ലെങ്കിൽ യുവജനങ്ങളെ പരീക്ഷിക്കുന്ന ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കാതിരിക്കട്ടെ. ഇനി അഭിജിത്ത് ദീപക്കും കൂട്ടർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്താകുമെന്ന് അറിയത്തില്ല. നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചല്ലേ പറ്റൂ. കാരണം ഇവിടെ കേന്ദ്രത്തിനെതിരെ പറഞ്ഞവർക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു നടപടി ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇനിയും നല്ലൊരു രാജ്യത്തിനായി, നല്ലൊരു യുവത്വത്തിൻ്റെ, നല്ലൊരു ജനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.